വളരെ മികച്ച അനുഭവം. വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് പടം കാണാൻ വന്നത്. കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. മാത്രമല്ല മമ്മൂട്ടി ഒരു നെഗറ്റീവ് ഷെയ്ഡാണ്. ഹൊററാണോ ടൈം ലൂപ്പാണോ നമുക്കൊന്നും ഒരു ഐഡിയ ഇല്ല. കാരണം ട്രെയിലർ കാണുമ്പോൾ ഒരു ഐഡിയയും കിട്ടില്ല പടം. അപ്പോൾ എന്താണ് പടത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്? പടം ഹൊററാണെങ്കിൽ തന്നെ നമുക്ക് മമ്മൂട്ടി ആയതുകൊണ്ട് ഒരു സൂപ്പർ സ്റ്റാർ ആയതുകൊണ്ടും നമുക്കൊരു പേടി വരില്ല പുള്ളി അഭിനയിച്ചാൽ. അപ്പോൾ എങ്ങനെയായിരിക്കും എന്ന് അറിയാനുള്ള ഒരു ആഗ്രഹമായിട്ട് വന്നു. പടം ഒരു രക്ഷയില്ല. ഒരു ബോളിവുഡിലെ തുമ്പടൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം അതേ രീതിയിലുള്ള ഒരു പടമാണിത്. അതേ രീതി മീൻസ് അതായിട്ടൊരു ബന്ധമില്ല, ഒരു സാമ്യമില്ല. ബട്ട് മേക്കിംഗ് ആ സ്റ്റോറി ഒരു ഹിന്ദു മിത്തോളജി ബേസ് ചെയ്തുള്ള ഒരു പടമാണ്. അപ്പോൾ ആ ഒരു രീതിയാണ് ഈ പടത്തിലും. വളരെ മികച്ചൊരു അനുഭവം. ഒരു എക്സ്പെരിമെൻ്റൽ മൂവിനെ ഒരു സീരിയസ് ആയിട്ട് കാണുന്ന എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും ഈ പടം. ടെക്നിക്കൽ സൈഡായാലും പെർഫോമൻസ് വൈസ് ആയാലും എല്ലാം വളരെ മികച്ചത്. അവാർഡ് പടം ഒരിക്കലും അല്ല. ഇത് ചില ആളുകളനുസരിച്ചാണ്, ഇറ്റ് ഡിപ്പെൻസ്. ബട്ട് എന്നെ സംബന്ധിച്ച് ഞാനൊരു എക്സ്പെരിമെൻ്റൽ ഒരു ചേഞ്ച് കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഒരിക്കലും ലാഗില്ല. സ്ലോ പേസിൽ സ്റ്റാർട്ട് ചെയ്ത് സെക്കൻഡ് ഹാഫൊക്കെ ഇൻ്റർവെല്ലൊക്കെ ആകുമ്പോൾ ഒരു ആളി കത്തലുണ്ട് പടത്തിൽ. ആ ഒരു രീതിയിലുള്ള പടമാണ്. ഏതിനേക്കാളും എന്തുകൊണ്ടും വാലിബൻ എനിക്കിഷ്ടപ്പെട്ട പടമാണ്. പക്ഷെ അതൊരു കുറച്ച് സ്ലോ ആയിപ്പോയി. പിന്നെ അത് ഇല്ല, ലാഗില്ല. ഇത് ലാഗ് എന്ന് പറയാൻ പറ്റില്ല. സ്ലോ പേസിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പടം. പക്ഷേ പടത്തിന് ആവശ്യമായ സ്ലോ ആണ് അത്. പടം നമുക്ക് ഒരു ആ മൂഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ മൂഡിലേക്ക് പോകണം. അതിന് വേണ്ടിയുള്ളൊരു സ്ലോ മാത്രമാണ് അത്. ഒരിക്കലും അത് ലാഗായിട്ട് കൂട്ടാൻ പറ്റില്ല. വളരെ എൻ്റർടൈൻമെൻ്റ് ആണ് അതെല്ലാം. ഹൊറർ ഒരു ജംസ്കെയറിങ് ഫിലിമായിട്ട് പറയാൻ പറ്റില്ല. അത് അങ്ങനത്തെ ഒരു ജംസ്കെയറിങ് സീൻസ് പ്രതീക്ഷ വന്നവർക്ക് നിരാശയായിരിക്കും. ആ ഒരു സൗണ്ട് എഫക്റ്റും അതും വെച്ചല്ല ഹൊറർ. നമ്മളൊരു കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകും. പിന്നെ അവർ മൂഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ മൂഡിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്കൊരു ഒരു വെറൈറ്റി ആവും, ഒരു ഫീല് വരും ഹൊററിൻ്റെ. ആ ഒരു രീതിയാണ്. അതെ, തീർച്ചയായും. മമ്മൂട്ടി ആ സ്പോയിലർ പറയുന്നില്ല. മമ്മൂട്ടി ക്യാരക്ടർ ഒരു പ്രത്യേക ക്യാരക്ടറാണ്. മമ്മൂട്ടി ആയാലും അർജുൻ അശോകനായാലും ഈവൻ സിദ്ധാർത്ഥ് ഭരതനായാലും എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവർ 3 പേരാണ് പടത്തിൽ മെയിനായിട്ടുള്ളത്. വേറെ അങ്ങനെ അധികം ആരുമില്ല. ഇവർ 3 പേരും റോള് കിട്ടില്ലെന്നാണ്. എല്ലാവരും മികച്ച പെർഫോമൻസ്.